ഡിഫൻഡർ മോഡിഫൈ ചെയ്ത് ഇനി അതിലൊന്നും മോഡിഫൈ ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും എന്തൊക്കെ ചെയ്തേക്കണമെന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ MN99S V2 മോഡലാണിത്. അത്യാവശ്യം സംഭവം കിട്ടി ലുക്കാണ്. വണ്ടി സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ കാണാനായിട്ട് നമ്മുടെ ഒരു പ്രോപ്പർ ഡിഫൻഡറിൻ്റെ ഒരു കറക്റ്റ് ലുക്കുള്ള വണ്ടിയാണ്. പിന്നെ ഇതിലിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചെയ്ത സംഭവം എന്ന് വെച്ചാൽ ഫ്രണ്ട് ബമ്പറാണ്. ഫ്രണ്ട് ബമ്പർ ഫുള്ള് ഹെവി ഒരു മെറ്റൽ സംഭവമാണ്, റെഡ് കളറിൽ. അത് ഫുള്ള് മെറ്റലാണ് അതിപ്പോൾ. പിന്നെ ഇതിൽ വിഞ്ച് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സ്പേസ് ഇല്ലായിരുന്നു കൊണ്ടിട്ട് നമ്മൾ മെയിനായിട്ട് ചെയ്ത സംഭവം എന്ന് വെച്ചാൽ അതിനകത്ത് ബ്രാസിൻ്റെ ഒരു കേബിള് ഫുള്ളായിട്ട് കോയിൽ ചെയ്തിട്ട് അതിനകത്തൊരു ലോക്കൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് നമ്മൾ തന്നെ റെഡിയാക്കി ഒരു വിഞ്ചിൻ്റെ ഒരു ഡെമ്മി ആയിട്ട് ചെയ്തതാണ്. പിന്നെ ഇതിനകത്ത് ഓൾറെഡി ഒരു ഡീഷക്കൽ രണ്ട് സൈഡിലുള്ളതുകൊണ്ടിട്ട് നമ്മൾക്ക് വേറൊരു വണ്ടി വെച്ചിട്ട് നമ്മൾ ഓഫ് റോഡിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്രൗഡിങ് ചെയ്യുമ്പോഴൊക്കെ എവിടെയെങ്കിലും സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് അത് വലിച്ച് കയറ്റാൻ പറ്റും. അത് കുഴപ്പമില്ലാത്ത സീനാണ്. പിന്നെ സംഭവിച്ചാൽ ഇതിൻ്റെ ബോഡി കംപ്ലീറ്റ് ലാൻഡ് റോവറിൻ്റെ ലൈസൻസ്ഡ് ബോഡിയാണ്. കാരണം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാകും എംബ്ലം ഇവിടെ ഉണ്ട് അതിൻ്റെ. പിന്നെ ലാൻഡ് റോവർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ അതാണ് ഫ്രണ്ടിൽ നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്ഗ്രേഡ് ഒന്നും ചെയ്തിട്ടില്ല. എൻജിൻ അപ്ഗ്രേഡ് അല്ലെങ്കിൽ ഷാഫ്റ്റ് ഒന്നും അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. അത് സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ്. ABS ആണത് വന്നേക്കണം. അതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് കാണാൻ പറ്റും. കംപ്ലീറ്റ് ABSൽ തന്നെ ചെയ്തേക്കണം. പിന്നെ ഇതിൽ ഷോക്ക് ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഷോക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. ഷോക്ക് ഇപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ള സംഭവം വെച്ചാൽ സസ്പെൻഷൻ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 സ്പ്രിങ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് നമ്മുടെ വീല് ടയേഴ്സ് കംപ്ലീറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു ടയർ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് എക്സ്റ്റൻഡർ കയറ്റിയിട്ടുണ്ട് ഒരു ബ്രാസിൻ്റെ 4 സൈഡിലും. സംഭവം അത് അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്തിരി ബേസ് കൂടുതൽ കിട്ടാണ്ട് വീലിന് നല്ല പെർഫോമൻസ് തന്നെ ഉണ്ട്. പിന്നെയുള്ള സംഭവം എന്ന് വെച്ചാൽ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് സ്റ്റിക്കേഴ്സാണ് നമ്മൾ ആഡ് ചെയ്തേക്കണം ഫസ്റ്റായിട്ട്. അത് മെയിനായിട്ട് ഇഞ്ചോറ അറിയാലോ, ഈ RC ബ്രാൻഡന്മാർക്ക് അറിയാൻ പറ്റാത്ത സാധനമല്ല, അത് എല്ലാവർക്കും അറിയാൻ പറ്റും ആ ബ്രാൻഡിനെ കുറിച്ച്. പിന്നെ അത് അധികം പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് കുറച്ച് ക്യാമൽ ട്രോഫിയുടെ സ്റ്റിക്കേഴ്സും ഡിഫൻഡർ പിന്നെ പ്രോ അങ്ങനെയുള്ള കുറച്ച് സ്റ്റിക്കേഴ്സാണ് സൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ മെയിനായിട്ടുള്ളത് ഫയർ എക്സ്റ്റിംഗ്വിഷർ നമ്മൾ ഒരു ചെറിയ ക്യാൻ കൊടുത്തിട്ടുണ്ട്, ഷവല്, പിന്നൊരു നമ്മുടെ ആക്സ് പോലത്തെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഒരു സെല്ല്. പിന്നെ ഈ ഗ്രില്ല് സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ അല്ല, നമ്മൾ വേറെ മേടിച്ച് അതിനകത്ത് സെറ്റ് ചെയ്തതാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ റിമോട്ട് ട്രാൻസ്മിറ്റർ. അപ്പോൾ ട്രാൻസ്മിറ്റർ ഇതിനെന്തായാലും മാറ്റണം. അപ്ഗ്രേഡ് ചെയ്യുമ്പോഴേക്കും നമ്മൾ പുതിയ ട്രാൻസ്മിറ്ററും സംഭവങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിസീവറും എല്ലാ സംഭവം മാറ്റും. പിന്നെ ഇതിനകത്തുള്ളത് സംഭവം എന്ന് വെച്ചാൽ മെയിനായിട്ട് ഇതിൻ്റെ ഡ്രൈവറാണ്. ഡ്രൈവർ നൈസായിട്ടൊരു തെർമോക്കോളിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്ത ഒരു സംഭവമാണ്. അതാണ് ഈ ഒരു സൈഡിലുള്ള. പിന്നെ ഇതിൻ്റെ ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഒരു ട്രിപ്പ് പോകുമ്പോഴുള്ള മൂടുണ്ടല്ലോ, ആ ഒരു ട്രിപ്പ് പോണ പോലെ കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു റോപ്പൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിലുള്ള ഈ ഒരു ടയർ എന്ന് പറഞ്ഞാൽ അത് സ്റ്റോക്ക് കണ്ടീഷനുകളാണ്. പിന്നെ ബാക്ക് ഈ ബമ്പർ ഇത് നമ്മൾ എക്സ്ട്രാ മെറ്റലാണിത്, ഇത് വാങ്ങിച്ചിട്ടാണ്. പിന്നെ ഒരു ബൈസിക്കിൾ ചെയ്തിട്ടുണ്ട്. ആ ബൈസിക്കിൾ അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉള്ള സംഭവമാണത്. അത് കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ അത് ഒരെണ്ണം ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നെങ്കിൽ ഇവിടെ നമ്മളൊരു സോഡ് പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് ഈ സൈഡിലും ഒരു ചെറിയ ക്യാനുണ്ട്. പിന്നെ ഇഞ്ചോറയുടെ ഒരു ഫ്ലാഗ് ഉണ്ട്, ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് ഒരു വുഡ് കട്ടർ, മെറ്റൽ വുഡ് കട്ടർ നമ്മൾ ഇവിടെ ഒന്നും വെച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു സൈഡിൽ. പിന്നെ ഈ സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു ഡോഗിനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ട്രിപ്പ് പോകുമ്പോഴൊരു മൂടുണ്ടല്ലോ, ഒരു ഡോഗൊക്കെ ആയിട്ട് ഒരു സോളോ ട്രിപ്പൊക്കെ അടിക്കുമ്പോൾ ഇതേപോലത്തെ ഒരു വൈബ് എല്ലാവർക്കും മനസ്സിലുണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരെണ്ണം കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ള സ്നോർക്കിളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റോക്ക് വന്നിട്ടുള്ള സ്നോർക്കിളാണ്. അതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ടോപ്പ് നമ്മൾ ചെയ്തിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്തൊരു ബാരൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേളിലാണെങ്കിലും ഒരു ബൈസിക്കിളുണ്ട്. പിന്നെ ഒരു ട്രങ്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
പിന്നെ ഉള്ളത് ഫ്രണ്ട് സൈഡ് നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു സ്കേറ്റിംഗ് ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെഷ് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വാങ്ങിച്ച് സെറ്റ് ചെയ്തതാണ് ഈ ഒരു മെഷ്. അതിൻ്റെ അത്യാവശ്യം ടോട്ടലി നല്ല കാണാൻ നല്ല ലുക്കാണ്. പിന്നെ ഇതിലൊന്നും ഇപ്പോൾ കാണാൻ പറ്റാത്തൊരു സംഭവം ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ഡോഗുണ്ട്. അത്യാവശ്യം കാണാൻ പറ്റുമെന്ന് വിചാരിക്കണം. സംഭവം അകത്ത് നോക്കിക്കഴിഞ്ഞാൽ വേറെ ഡോഗ് ഉണ്ട്. പോകുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് അത്യാവശ്യം നല്ല രസമുണ്ടാവും. കാരണം അടിപൊളിയാണ്. പിന്നെ ഈ RC പ്രാന്ത് എന്ന് പറഞ്ഞാൽ RCയുടെ ഇതിൽ 2 തരം വട്ടന്മാരാണുള്ളത്. ഒന്ന് RC കാർ ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കും. രണ്ടാമത്തെ വട്ടത്തരം എന്ന് പറഞ്ഞാൽ ഓരോ സാധനം പൊളിക്കുന്നു, പണിയുന്നു, അത് തന്നെ ഇങ്ങനെ റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും, അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വട്ടത്തരം ഇതൊരിക്കലും തീരില്ല, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത പൊളി സാധനങ്ങളായിട്ട് ഇനിയും കാണാം. അപ്പം എന്തായാലും ഓക്കെ, എല്ലാവരും ഓണായിട്ടിരിക്കും. ഓക്കെ എന്നാൽ ബൈ.